ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കുറേ ആയല്ലേ നമ്മൾ കണ്ടിട്ട്. ഞാൻ ഇപ്പോൾ കുറേ ആയി നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഒക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരിടത്ത് വരെ പോകാൻ പോകാം കേട്ടോ. എവിടെയാണെന്നല്ലേ, എൻ്റെ വീട്ടിലോട്ട്. അപ്പോൾ ഇതേതാ വീടെന്നല്ലേ, ഇതെൻ്റെ സ്വന്തം വീട്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഉണ്ടാക്കിയ വീട്. ഞാൻ പോകാൻ പോകുന്നത് എൻ്റെ സ്വന്തം വീട്, അതായത് ഞാൻ ജനിച്ച് വളർന്ന വീട്ടിലോട്ടാണ് കേട്ടോ. വണ്ടി ഓടിക്കുമ്പം വീഡിയോ എടുക്കാൻ കൂടെ ആരുമില്ല കേട്ടോ. ദേ ആ പാറമല കണ്ടോ, അതിൻ്റെ താഴെയാണ് എൻ്റെ വീട്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്, ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ സ്വന്തം വീട്. ആ പാറമലയാണ് കേട്ടോ മുകളിൽ കാണുന്നത്. അത് റബ്ബർ ഉണ്ടായതുകൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റില്ല. ഇതാണ് ഞാൻ ജനിച്ച് വളർന്ന് ഓടിക്കളിച്ച് വളർന്ന മുറ്റം, എൻ്റെ വീട്. എൻ്റെ വീടിൻ്റെ ബാക്കിലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ഉണ്ട്, അത് കാണിക്കാനാണ് കേട്ടോ ഈ വീഡിയോ. ഹലോ കൂട്ടുകാരെ, അപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഹിഡൻ ബ്യൂട്ടിഫുൾ പ്ലേസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാമെന്ന്. അപ്പം ആ ബാക്കിൽ കാണുന്നതാണ് എൻ്റെ വീട് കേട്ടോ. അപ്പം ഞാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഉള്ളൊരു സ്ഥലത്തേക്കാണ്. നമുക്ക് നോക്കാം. ആ സ്ഥലം ഇപ്പോൾ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയില്ല. മഴയൊക്കെ പെയ്ത് കിടക്കുമായതുകൊണ്ട് എത്രത്തോളം ഭംഗിയുണ്ടെന്നറിയില്ല. ഞാനും കുറേ ദിവസമായി പോയിട്ട്. അപ്പം നമുക്ക് നോക്കാം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലായിട്ടൊരു മലയുണ്ടെന്ന് പറഞ്ഞില്ലേ. നിങ്ങൾക്ക് എത്രത്തോളം അത് ഭംഗിയായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. വീഡിയോയിൽ അതിൻ്റെ മനോഹാരിത അങ്ങനെ അങ്ങ് ഒപ്പിയെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്നാലും കണ്ട് ഈ പാറയിൽ കൂടെ വലിഞ്ഞു കയറണം. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് ചാടി കയറുമായിരുന്നു. ഇപ്പോൾ ഇത്തിരി പാടാം, കയറാറില്ലല്ലോ. പണ്ട് ഞാൻ സ്ഥിരം വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇവിടെ ആയിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു പറങ്കാവ് ഉണ്ടായിരുന്നു കേട്ടോ. ആ പറങ്കാവിൽ വന്ന് ഞാനും എൻ്റെ ബ്രദറും കൂടെ ഏത് നേരവും ആ പറങ്കാവ് അതിൻ്റെ കമ്പ് ഇങ്ങനെ ചാഞ്ഞ് കിടക്കും. അപ്പം അതിൽ കയറി ഇരുന്ന് ഊഞ്ഞാലടലും പരിപാടികളൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് കൊച്ചുനാളിലെ പ്രധാന പരിപാടി. അപ്പം ഞാനിവിടെ ഒന്ന് വലിഞ്ഞ് കയറട്ടെ. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തെത്തിയിരിക്കുന്നു. എൻ്റെ ബാക്കിൽ ആ വയലറ്റ് പെയിൻ്റ് അടിച്ച വീടില്ലേ, അതാണ് എൻ്റെ വീട്. ഈ കാണുന്നത് ഞങ്ങളുടെ സ്വന്തം റബ്ബർ തോട്ടമാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഹിഡൻ ബ്യൂട്ടിഫുൾ പ്ലേസ്. കണ്ടോ, ഇവിടെ ഇച്ചിരി റിസ്ക്കാണ് ഇപ്പോൾ കയറി നിൽക്കാൻ. പണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇറങ്ങുമായിരുന്നു കേട്ടോ. താഴെ ഇറങ്ങി നിൽക്കാൻ നമുക്ക് സ്ഥലമുണ്ട്. ഇപ്പോൾ ഇത്രയും വെള്ളമുണ്ട്. മാത്രമല്ല ഇവിടെ എങ്ങും ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനവിടെ ഇറങ്ങി നിന്ന് ഇതിൻ്റെ മനോഹാരിത കാണിക്കാത്തത്. ഒരു ദിവസം തീർച്ചയായും ഞാൻ ഈ തോട്ടിൽ ഇറങ്ങി നിന്ന് നിങ്ങൾക്ക് ഈ മനോഹാരിത കാണിച്ചു തരാം. ഈ ഭാഗത്ത് ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ സ്ഥലം ഉണ്ടെന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ആർക്കും അറിയില്ല കേട്ടോ. ഇത് എനിക്കും തോണ്ടേ അവിടെ ഒരു വേറൊരു വീട് കാണുന്നില്ല. ആ വയലറ്റ് പെയിൻറ്റിൻ്റെ അപ്പുറത്ത് വേറൊരു വീടുണ്ട്. ആ വീട്ടിൽ ഞങ്ങളുടെ 2 പെൺകുട്ടികളുണ്ടായിരുന്നു, അച്ചു മീനു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ അച്ചു മീനു ആയിരുന്നു, ഞാനും അച്ചു മീനു ആയിരുന്നു ഇവിടെ ഈ സ്ഥലം എപ്പോഴും എക്സ്പ്ലോർ ചെയ്യാൻ വരാറ്. ഞങ്ങൾ പഠിക്കാനും കളിക്കാനും ഒക്കെ ആയിട്ട്. ഈ ഭാഗത്ത് ഇതിനേക്കാളും വെള്ളം കുറയുന്ന സമയത്ത് കുറച്ചുകൂടി ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ആ ഒരു വെള്ളച്ചാട്ടമൊക്കെ കുറച്ചുകൂടി നമുക്ക് ഭയപ്പെടാതെ വന്ന് നിൽക്കാം. പിന്നെ നല്ല മഴയായിരിക്കുന്ന സമയത്ത് ചിലപ്പം ഇതിലേ കൂടെ വെള്ളം ഇങ്ങ് ഇപ്പുറത്ത് ഞങ്ങളുടെ പറമ്പിലൊക്കെ കയറിക്കളയും. പക്ഷെ ഇപ്പം കുറേ വർഷങ്ങളായിട്ട് കയറുന്നില്ല. പിന്നെ കണ്ടില്ലേ എത്ര ഭംഗിയാണെന്ന് ഞങ്ങളുടെ സ്ഥലം. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? അടിപൊളിയായിട്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഞങ്ങളുടെ സ്ഥലം? ഇവിടെ കളിക്കാൻ എന്തൊരു നൊസ്റ്റാണെന്നറിയോ എനിക്ക് ഇവിടെ വരുമ്പോൾ. വെള്ളച്ചാട്ടത്തിലെ സൗണ്ട് കാരണം നിങ്ങൾക്ക് നന്നായിട്ടൊന്നും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവില്ലല്ലേ. ദേവനെ ഞാൻ കൊണ്ടുവരാതിരുന്നത്, ദേവനിന്ന് സ്കൂളുണ്ട്. അപ്പം ദേവനെ കൊണ്ടുവന്നാൽ ഇവിടെയൊക്കെ ഇങ്ങനെ വലിഞ്ഞു പിടിച്ച് കയറിയൊക്കെ ചെയ്യണമെങ്കിൽ ദേവനെയും കൊണ്ട് കയറുക, വീഡിയോ എടുക്കുക എന്നെങ്കിൽ നല്ല ടാസ്ക്കാണ്. മാത്രമല്ല കുഞ്ഞല്ലേ അവൻ, എന്തെങ്കിലും അപകടം പറ്റിപ്പോയാലോ, അവനൊന്നും പറഞ്ഞാൽ അനുസരിക്കത്തില്ല. ഇവിടെ എല്ലാം വേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. തട്ടി എങ്ങാനും വീണ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതൊക്കെ കൊണ്ടാണ് ഞാൻ അവനെ കൊണ്ടുവരാൻ. അവൻ കണ്ടിട്ടുണ്ട് 1-2 തവണ. ഏട്ടൻ്റെ കൂടെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട് ഇവിടെ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ. പക്ഷെ എന്തായാലും ഒരു ദിവസം ഇറങ്ങി നിന്ന് ഞങ്ങൾ ഇതൊന്ന് നല്ലതായിട്ട് എക്സ്പ്ലോർ ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഇങ്ങനെ ഇത്രയും ഭംഗിയുണ്ടെന്ന് ഈ നാട്ടിലുള്ളവർക്ക് തന്നെ അത്ര നന്നായിട്ട് അറിയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും ഇവിടെ നിന്നും വന്ന് കാണാറൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഈ ഒരു 2 വീട്ടുകാർ മാത്രമേ, അത് ഞാനാണ് ഇത് കൊണ്ടുവന്ന് അവരെ പോലും കാണിച്ചത്. അവർ പോലും ഇങ്ങോട്ട് കയറിവില്ല. ഇതിലേ കൂടെ ഇറങ്ങാം. അതുപോരാതെ അപ്പുറത്തൂടെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതിലേ കൂടെ നമുക്ക് ഇറങ്ങിയാൽ ഇതിനകത്തൂടെ ഒരു തിട്ടയുണ്ട്. ഈ തോടിൻ്റെ ഈ സൈഡ് വാരം ഒരു തിട്ടയുണ്ട്. ആ തിട്ടയെ കൂടെ നമുക്ക് കയറി വരാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ വഴിയെല്ലാം അടച്ചു. ഈ വസ്തുവെല്ലാം ഇതിപ്പോൾ പാറമലയാണല്ലോ. ഈ പാറമലയെല്ലാം ഇപ്പം മൂൺലൈറ്റ് എന്ന് പറഞ്ഞൊരു
ആൾക്കാർ മേടിച്ചു. ഇനി പാറപൊട്ടീരും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭംഗി എല്ലാം പോവും. ഇപ്പം തന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു വഴി വെട്ടിയേക്കുവാണ് അവർ. മറ്റേത് ഫുൾ അങ്ങോട്ട് കാടായിരുന്നു. ഇപ്പോൾ ഒരു വഴി വെട്ടിയേക്കുവാണ് മലയിലേക്ക് പോകാനും പിന്നെ പാറ പൊട്ടിച്ച ഇതൊക്കെ കൊണ്ടുപോകാനും ഒക്കെ അല്ല. അതുവഴിയാണ് അതിൻ്റെ ഇറങ്ങുന്നത്. അല്ല, അത് റോഡാണ് കേട്ടോ. ആ വീടിൻ്റെ തൊട്ടിപ്പുറം ഫ്രണ്ടിൽ കൂടെ റോഡാണ്, നമ്മുടെ മെയിൻ റോഡാണ്. ഞാൻ വന്നപ്പോൾ കാണിച്ച റോഡില്ലേ, ആ റോഡാണ്. ആണ്ടെ ഇതുവഴിയായിരുന്നു ഞങ്ങളുടെ പടി കേട്ടോ. ഇതിലേക്കൂടെ ഒരു പടി ഉണ്ടായിരുന്നു തോട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതെല്ലാം അടഞ്ഞു പോയി. ആരും ഉപയോഗിക്കാതെ ഒന്നും ഇരുന്നിട്ടേ അതെല്ലാം അടഞ്ഞു പോയി. സങ്കടമാണ്, വിഷമം തോന്നും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ തുണി കഴുകാനൊക്കെ വരുമായിരുന്നു. ഒരു സമയത്ത് തുണി കഴുകാൻ വന്നിട്ട് ഇവിടെ ഇങ്ങനെ തുണിയൊക്കെ കഴുകി കുറേ നേരം അവിടെ ഇരിക്കും. അപ്പോൾ അപ്പുറത്തെ കുട്ടികളും കാണും. അപ്പോൾ അതൊരു നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ഞാൻ ഇവിടെയൊക്കെ കയറി വയ്ക്കുന്ന ഇച്ചിരി റിസ്ക്കാണ് കേട്ടോ. എന്നാലും നിങ്ങളെല്ലാവരും എൻ്റെ സ്ഥലം ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഞാനിങ്ങനെ കയറാൻ നോക്കുന്നത്. കണ്ടില്ലേ, കണ്ടോ മുകളിൽ കണ്ടോ മണ്ണ് കിടക്കുന്നുണ്ടോ? അതിലേക്കൂടാണ് വഴി വെട്ടിയിരിക്കുന്നത്. അത് കാരണം തന്നെ ഇനിയിപ്പോൾ മണ്ണൊക്കെ ഇടിഞ്ഞ് നമ്മുടെ തോട് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ വസ്തുവിനകത്തോട്ട് വെള്ളം കയറും, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും. അത് കാരണം ഞങ്ങൾ പരാതിയൊക്കെ കൊടുത്തിട്ടേക്കാണ്. എന്തായാലും പാറ നമുക്ക് ആവശ്യമാണ്. വീടുകൾ പണിയാനും കെട്ടിടങ്ങൾ പണിയാനും നമ്മുടെ വികസനത്തിനും കാര്യത്തിനുമൊക്കെ പാറ ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രകൃതിയും ആവശ്യമാണ്. പ്രകൃതിയെ അതിൻ്റെ ഭംഗിയോടുകൂടി സൂക്ഷിക്കുക എന്നുള്ളൊരു കടമയും നമ്മുടെ മനുഷ്യർക്കുണ്ടല്ലോ. അതാണ്ട ഞാൻ എങ്ങനെയൊക്കെയോ റിസ്ക് എടുത്താണ് ഇവിടെ കയറിയത്. എനിക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അങ്ങോട്ട് കാണിക്കാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. എനിക്കും ചെറിയ ഭയമൊക്കെ തോന്നുന്നുണ്ട് ഇപ്പോൾ ഇത്രയും കാട് കയറി കിടക്കുന്നത് കേട്ടോ. കുറച്ചുകൂടി അങ്ങോട്ട് കാണാൻ പറ്റുമെന്നെങ്കിൽ നമ്മൾ കണ്ടില്ലേ, ഫസ്റ്റ് കണ്ടില്ലേ, ആ ഭാഗം മുതൽ ഇങ്ങനെ ആ വെള്ളച്ചാട്ടം ഇങ്ങനെ വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അത് ഞാൻ ഒരിക്കൽ കാണിച്ചു തരാൻ നോക്കാം. ആരെങ്കിലുമൊക്കെ കൂട്ടും കൂടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ തന്നെ ഇറങ്ങാൻ പേടിയാണ്. കൂടെ ആരുമില്ല. പിന്നെ വീട്ടിൽ ആങ്ങളെ മാത്രമേ ഉള്ളൂ, പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ആരും കൂടെ ഒന്നും വരാനില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ടോ ഞങ്ങളുടെ ഹിഡൻ ബ്യൂട്ടിഫുൾ പ്ലേസ്? കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ആരും മറക്കരുത്. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു.